പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ നടന്നാലും ക്ഷീണിക്കുകയില്ല, ഓടിയാലും തളരുകയില്ല. കാരണം അവൻ കർത്താവിൻ്റെ ചിറകിൻ കീഴിലാണ്. കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവൻ വെളിച്ചത്തിലായിരിക്കും. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവായ ദൈവമേ, അവിടുത്തെ വചനമായ പുത്രൻ്റെ ജീവൻ്റെ വചനം കേൾക്കാനും പഠിക്കാനും ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിക്കണമേന്നും ഹൃദയം ജ്വലിക്കണമേന്നും പുത്രൻ പഠിപ്പിച്ച പ്രാർത്ഥന ഞങ്ങൾ ഏറ്റുചൊല്ലുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ശിഷ്യന്മാരോട് അരുളി ചെയ്ത അതേ പ്രാർത്ഥന അടിയൻ ഏറ്റുചൊല്ലുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്ദയുടെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും പാവങ്ങളും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ മുഴുവൻ ശക്തിയും ജീവനും യേശു അപ്പൻ്റേതാകുന്നു. ആമേൻ. നമ്മൾ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം വചനമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ കേട്ടത് 9-ാം അധ്യായം 1 മുതൽ 19 വരെ. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന വചനം 20 മുതൽ യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, 33 വരെയുള്ള തിരുവചനമാണ്. 20-ാം വാക്യം മുതൽ 33 വരെയുള്ള തിരുവചനം. ഒരു വ്യക്തി എത്ര ക്രൂരനായിക്കോട്ടെ, എത്ര തെമ്മാടിയായിക്കോട്ടെ, ഒരുത്തിനെ വകവയ്ക്കാത്തവനായിക്കോട്ടെ, യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നാൽ, യേശു അവനെ തൊട്ടാൽ അവനൊരു പുതിയ സൃഷ്ടിയായിട്ട് മാറും. പഴയത് മുഴുവൻ കടന്നു പോകും. അവനെ പിന്നെ ആര് പിടിച്ചാലും നിൽക്കില്ല. കാരണം അവൻ യേശുവിനെ പറ്റി പ്രഘോഷിക്കാൻ തുടങ്ങും, യേശുവിൻ്റെ കാര്യത്തിൽ ഓടാൻ തുടങ്ങും. അതാണ് യേശുവിനെ കണ്ടുമുട്ടിയ ഒരു വ്യക്തിക്ക് കിട്ടുന്നത്. നമ്മളെല്ലാവരും പറയും, എനിക്ക് യേശുവിനെ അറിയാം, യേശുവിനെ ഞാൻ കണ്ടിട്ടുണ്ട്, യേശുവിൻ്റെ അത്ഭുതം കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല. യേശു തൊടണം, യേശുവിനെ കാണണം, അവൻ്റെ സ്വരം കേൾക്കണം വചനത്തിലൂടെ. അപ്പോൾ നമ്മൾ കഴുകന്മാരെ പോലെ ചിറകടിക്കും. വീട്ടിലിരിക്കാൻ പറ്റില്ല, എന്തെങ്കിലും യേശുനാഥന് വേണ്ടി ചെയ്യാൻ ഒരു ദാഹം, അവൻ്റെ മേലുള്ള സ്നേഹം നമ്മളിൽ കത്തിജ്വലിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. 20-ാം വാക്യം, 9-ാം അധ്യായത്തിൽ 20-ാം വാക്യം, അപ്പോസ്തല പ്രവർത്തനം. അധികം താമസിക്കാതെ യേശു ദൈവപുത്രനാണെന്ന് അവൻ സിനഗോഗുകളിൽ പ്രഘോഷിക്കാൻ തുടങ്ങി. ആരാണ്? സാവൂൾ. ക്രിസ്ത്യാനികളെ കൊല്ലാൻ കുതിരപ്പുറത്ത് പോയവൻ, ദമാസ്കിലേക്ക് പോയവൻ തട്ടി വീഴ്ത്തി കർത്താവിൻ്റെ വലയത്തിലാക്കി കളഞ്ഞു. ഇപ്പം എന്താ സംഭവിച്ചത്? അവൻ്റെ കണ്ണിന് കാഴ്ചയൊക്കെ പോയി, രക്ഷപ്പെട്ടു. അവൻ അധികം താമസിച്ചില്ല. ഹല്ലേലൂയ. അധികം താമസിക്കാതെ യേശു ദൈവപുത്രനാണെന്ന് അവൻ സിനഗോഗുകളിൽ പ്രഘോഷിക്കാൻ തുടങ്ങി, വചനം പ്രഘോഷിക്കാൻ തുടങ്ങി. ആരാണ്? നോക്കിയേ. ഹല്ലേലൂയ. അത് കേട്ടവരെല്ലാം വിസ്മിതരായി അത്ഭുതപ്പെട്ടു പറഞ്ഞു, ഇതെന്താണ് ഇവൻ കാണുന്നത്, ഇവൻ പറയണത്? ഇവൻ ക്രിസ്ത്യാനികളുടെ എതിരാളികളായിരുന്നില്ലേ, ഇപ്പം എന്താണ് ഇവൻ ഈ കാണിക്കണതെന്നൊക്കെ അവിടെ കൂടിയിരുന്ന ജനങ്ങൾ സിനഗോഗിൽ ഇവൻ യേശു ദൈവപുത്രനാണെന്ന് പ്രഘോഷിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ഇരുന്ന ജനങ്ങൾക്കൊക്കെല്ലാം വലിയ അത്ഭുതമായിട്ട് മാറി. അതാണ് പ്രിയ സഹോദര സഹോദരി,
നസറനായ യേശുവിനെ കണ്ടുമുട്ടിയാലുള്ള ഗുണം നമ്മൾ തിരിച്ചറിയണം. ലോകത്തിൽ നിന്നും നമ്മൾ പതുക്കെ പുറകോട്ട് വരും. യേശുവിന് വേണ്ടി ഓടാൻ തുടങ്ങും. യേശുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പ്രഖ്യാപിക്കാൻ തുടങ്ങും. അതിന് നിൽക്കുകയില്ല. ഒരിക്കലും നിൽക്കില്ല. നമ്മളെല്ലാം പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലേ. പക്ഷെ തിന്മയുടെ പ്രവർത്തിക്കുന്ന വ്യക്തികൾ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ അല്ല, അതൊരിക്കലും കർത്താവിന് വേണ്ടിയുള്ളതല്ല. കർത്താവ് നിൽക്കില്ല, ഒരിക്കലും നിൽക്കില്ല. തെറ്റായ വഴിയിൽ ചെയ്യുന്ന പ്രവർത്തികൾ ഒരിക്കലും കർത്താവ് നിൽക്കില്ല. ഒരു നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കർത്താവ് നിൽക്കില്ല. യേശുവേ നന്ദി, യേശുവേ ആരാധന. ജെറുസലേമിൽ ഈ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെ പീഡിപ്പിച്ചിരുന്നവനല്ലേ ഇവൻ? അവർ ചോദിക്കണം സിനഗോഗിൽ വെച്ചിട്ട്. യേശു ദൈവപുത്രനാണെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോഴത്തേനും ഇവിടെ അവർ പറയണം, ഈ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെ പീഡിപ്പിച്ചിരുന്നവരല്ലേ ഇവൻ? ഇവിടെയും അങ്ങനെയുള്ളവരെ ബന്ധസ്ഥരാക്കി പുരോഹിത പ്രമുഖന്മാരുടെ മുമ്പിൽ കൊണ്ടുപോകുവാൻ വേണ്ടിയല്ലേ ഇവൻ വന്നിരിക്കുന്നത്? യഹൂദ പ്രമാണികളുടെ വലിയ ഇതിനകത്തോട്ട് ഇവരെയൊക്കെ ബന്ധിച്ച് പിടിച്ചു കൊണ്ടുപോകാനല്ലേ ഇവർ വന്നാക്കണം. പക്ഷേ ഇവനൊരു കിട്ടിയ മാറ്റം അവരറിയുന്നില്ല. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഒറ്റ സെക്കൻഡിലാണ് കർത്താവ് അവനെ മാറ്റി മറിച്ചെടുത്തത്. പെട്ടെന്നാണ് അവൻ പ്രഘോഷിക്കാനും തുടങ്ങി. പുരോഹിത പ്രമുഖന്മാരുടെ മുമ്പിൽ കൊണ്ടുപോകാൻ വേണ്ടിയല്ലേ ഇവൻ വന്നിരിക്കുന്നത്? സാവോളാകട്ടെ കൂടുതൽ ശക്തി ആർജിച്ചു. അവരിങ്ങനെ പറയുമ്പോൾ സാവോള് കൂടുതൽ ശക്തി പ്രാപിച്ചു. കാരണം പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വന്നു കഴിഞ്ഞു, കർത്താവിൻ്റെ കരവും അവൻ്റെ മേൽ വന്നു കഴിഞ്ഞു. അപ്പോൾ അവൻ ആര് എന്ത് പറഞ്ഞാലും തിരിഞ്ഞു നിൽക്കില്ല. ഹല്ലേലൂയ. സാവോളാകട്ടെ കൂടുതൽ ശക്തിപ്പെട്ടു, ശക്തി അവനിലേക്ക് വരാൻ തുടങ്ങി. യേശു തന്നെയാണ് ക്രിസ്തു എന്ന് തെളിയിച്ചുകൊണ്ട് ദമാസ്കിലേക്ക് താമസിച്ചിരുന്ന യഹൂദരെ ഉത്തരം മുട്ടിച്ചിരുന്നു. ദമാസ്കിൽ താമസിച്ചിരുന്ന യഹൂദന്മാരുടെ ഉത്തരം അവൻ പൂർണ്ണമായി മുട്ടിച്ച് കർത്താവിനെ പറ്റി അങ്ങോട്ട് പ്രഘോഷിക്കാൻ തുടങ്ങി. അവർക്ക് അങ്ങോട്ട് ദേഷ്യമൊക്കെ എറിയുണ്ടാവും അല്ലേ. വെറും യേശുവിൻ്റെ എതിരാളികളായിട്ട് അവിടെ കുറേ എണ്ണം ഉണ്ട്, യഹൂദ പടയാളികൾ. അവർക്കത് ദേഷ്യം കയറി, കലി കയറി തുള്ളാൻ തുടങ്ങി. അപ്പോൾ അവൻ നേരെ എന്ത് ചെയ്ത്, യേശു തന്നെയാണ് ക്രിസ്തു എന്ന് തെളിയിച്ചുകൊണ്ട് താമസിച്ചിരുന്ന യഹൂദന്മാരെ ഉത്തരം മുട്ടിച്ചു കളഞ്ഞവരെ. അവരെ എതിർക്കണം. അങ്ങനെയാണ് ഇങ്ങനെയാണ്. അവൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ലേ, ഔസേപ്പിൻ്റെ മകൻ, മറിയത്തിൻ്റെ മകൻ, ഇവനെ എങ്ങനെ ദൈവപുത്രനാകുമെന്ന്. പക്ഷെ ഇവൻ യേശു ദൈവമാണെന്ന് ഇവൻ അവിടെ പ്രസ്താവിക്കുന്നത് അടിച്ച് അവരെ ഉത്തരം മുട്ടിച്ചു കളഞ്ഞു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവനെ വധിക്കാൻ യഹൂദന്മാർ ഗൂഢാലോചന നടത്തി. കണ്ട, ഇങ്ങനെയൊക്കെ അങ്ങോട്ട് തകർപ്പനായിട്ട് അങ്ങോട്ട് പറഞ്ഞ് ശക്തി വായിച്ചെടുത്തേനും യഹൂദന്മാർ സാവോളിനെ കൊല്ലാൻ തീരുമാനിച്ചു. അതവരുടെ സ്വഭാവമാണ്. കണ്ടോ, ഹല്ലേലൂയ. അത് സാവോളിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പം ഇങ്ങനെ ഒരു സംഭവം ആലോചിക്കുന്നുണ്ട്, നടക്കണുണ്ടെന്ന് ആരോ സാവോളിനോട് പറഞ്ഞു. അപ്പോൾ സാവോളിനെ അത് മനസ്സിലായി. അതനുസരിച്ചായിരിക്കും വീണ്ടും മുന്നോട്ട് സാവോൾ പോകുന്നത്. ഹല്ലേലൂയ. അവനെ വധിക്കാൻ രാവും പകലും അവർ കവാടങ്ങളിൽ ശ്രദ്ധപൂർവം കാത്തു നിന്നു. കേട്ടോ, കത്തിയും വാളും ഒക്കെ ആയിട്ട്
സാവൂളിനെ വകവരുത്താൻ യഹൂദ പടയാളികളും വില്ലന്മാരാണ് അവരൊക്കെ കാത്തു നിൽക്കണം. യേശുവെ നന്ദി. എന്താണ് നോക്കണല്ലേ? യേശു കർത്താവാണെന്ന് സിനഗോഗുകളിൽ പ്രഘോഷിച്ചപ്പോൾ അത് അവർക്ക് സുഖിച്ചില്ല, ഇഷ്ടപ്പെട്ടില്ല. അന്ന് ഇവനെ തട്ടിക്കളയാന്ന് കരുതി അവർ ഒരു സംഘം ചേർന്ന് ഇങ്ങനെ നടക്കണം. ഹല്ലേലൂയ. എന്നാൽ അവൻ്റെ ശിഷ്യന്മാർ രാത്രി, ആരാണ് ശിഷ്യന്മാർ? യേശു അപ്പൻ്റെ ശിഷ്യന്മാർ തന്നെയാണ്. യേശുവിൻ്റെ അപ്പോസ്തലന്മാരാണ് ശിഷ്യന്മാർ. രാത്രി അവനെ ഒരു കുട്ടയിലിരുത്തി, ഒരു വലിയ കൊട്ടയെടുത്തിട്ട് ആ കൊട്ടക്കകത്ത് അവനെ ആക്കി മതിലിന് മുകളിലൂടെ താഴെ ഇറക്കി. അപ്പോൾ ഈ ഗേറ്റ്, മതിലുണ്ട് 4 സൈഡും, അതിൻ്റെ ഫ്രണ്ടിൽ മുൻപിൽ എവിടെ ഇവന്മാർ കാത്തു നിൽപ്പുണ്ട് ഇവനെ വകവരുത്താൻ. അത് ശിഷ്യന്മാർക്ക് മനസ്സിലായി. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശിഷ്യന്മാർ ഇവന് പുറത്ത് പോവുകയും വേണം. ഒരു കൊട്ടക്കകത്ത് ആക്കിയിട്ട് ഇവനെ മതിലിൻ്റെ പുറത്തോട്ട് താഴെ ഇറക്കിയിട്ട് അവൻ അതിൽ പോകണം. ഇവർ സംഘം വീടിൻ്റെ ഫ്രണ്ടിൽ അവിടെ നിൽപ്പുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാലോചിച്ച് നോക്കിയേ, ഒരു മനുഷ്യൻ്റെ ഗതികേടല്ലേ? ഹല്ലേലൂയ. അത് സാവൂളിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവനെ വധിക്കാൻ രാവും പകലും അവർ കവാടങ്ങളിൽ സദാപൂർവം കാത്തു നിന്നു. എന്നാൽ അവൻ്റെ ശിഷ്യന്മാർ രാത്രി അവനെ ഒരു കുട്ടയിലിരുത്തി മതിലിന് മുകളിലൂടെ താഴേക്കിറക്കി സാവൂൾ പുറത്തോട്ട് പോയിരുന്നു. ഒളിച്ചു പോകേണ്ട ഗതികേട് വരുന്നു. ഭർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് സുഖജീവിതമല്ല, വളരെയധികം കഷ്ടപ്പാടിലൂടെ, വേദനയിലൂടെ കടന്നു പോകേണ്ടി വരും. എന്നാലും അവൻ തളരുകയില്ല. കാരണം യേശു കൂടെ ഉണ്ടാവും. ഒരു കാവൽക്കാരനായി, ഒരു കണ്ണിലെ കൃഷ്ണമണി പോലെ അവൻ്റെ ഉടുപ്പിനോട് ചേർത്ത് നമ്മളെ കൊണ്ടുപോകും. ആ ഒരു ധൈര്യമാണ് ഓരോ പ്രവാചകനും ക്രിസ്തുവിലുള്ള ധൈര്യം. ഹല്ലേലൂയ. 26-ാം വാക്യം. ജെറുസലേമിൽ എത്തിയപ്പോൾ ശിഷ്യന്മാരുടെ സംഘത്തിൽ ചേരാൻ അവൻ പരിശ്രമിച്ചു. ജെറുസലേമിൽ എത്തിയപ്പോൾ ശിഷ്യന്മാരുടെ സംഘത്തിൽ ചേരാൻ അവൻ പരിശ്രമിച്ചു. അപ്പോൾ അവിടെ ഒരു കൊട്ടയിലാക്കിയതും ഇവൻ്റെ തന്നെ ആൾക്കാരാണ്. ഇവൻ്റെയും അപ്പോസ്തല കൂട്ടായ്മയിൽ കുറച്ച് പേരുണ്ട്. എന്നാൽ പൂർണ്ണമായിട്ടും അപ്പോസ്തലന്മാരുടെ കൂടെ ചേരാൻ സാവൂള് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ അവർക്കെല്ലാം അവനെ ഭയമായിരുന്നു. കാരണം അവരെ വകവരുത്തുമെന്ന് പറഞ്ഞാണല്ലോ ഇവൻ നടന്നിരുന്നത്. അപ്പോൾ അവരുടെ ഭയം വിട്ടുപോയിട്ടില്ല. യേശുവേ നന്ദി, യേശുവേ ആരാധന. കാരണം അവനൊരു ശിഷ്യനാണെന്ന് അവർ വിശ്വസിച്ചില്ല. യേശുവിന് 12 ശിഷ്യന്മാരുണ്ട്. അതിൽ ചില ശിഷ്യന്മാരാണ് ഇവൻ താമസിക്കുന്ന വീട്ടിൽ കൊട്ടയിലാക്കി വേറെ 2-3 പേരെ കൂടി അതിൻ്റെ മുകളിൽ കൂടെ താഴെ ഇറക്കി അവൻ ജെറുസലേമിലേക്ക് വരികയാണ്. അപ്പോൾ ശിഷ്യന്മാരുടെ കൂടെ കൂടാനായിട്ട് അവൻ നോക്കിയാണ്. അപ്പോൾ അവർ പേടിച്ച് അകന്നു പോയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ബർണാബസ് അവനെ അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവന്നു. ബർണാബസ് എന്ന് ഒരുവൻ അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പരിചയപ്പെടുത്തി കാണും അല്ലേ? ഇവരാണ് നമ്മുടെ കൂടെ ഇനി വരാൻ പോകുന്നത്. ഇവൻ നമ്മളെയൊക്കെ കൊല്ലാൻ നടന്നിരുന്നവനാണ്. പക്ഷേ ഇപ്പോൾ കർത്താവ് ഇവനെ തൊട്ട് സുഖം പ്രാപിച്ചു. ഇവൻ നമ്മളെ രക്ഷകനായി വന്നിരിക്കുകയാണെന്നൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടാവും. ഹല്ലേലൂയ. സാവൂൾ വഴിയിൽ വെച്ച് കർത്താവിനെ ദർശിച്ചതും അവിടുന്ന് അവനോട് സംസാരിച്ചതും ദമാസ്കസിൽ വെച്ച് യേശുവിൻ്റെ നാമത്തിൽ അവൻ ധൈര്യപൂർവ്വം പ്രസംഗിച്ചതും ബർണാബാസ് അവരെ വിവരിച്ച് കേൾപ്പിച്ചു. അതായത് അധികാരപത്രവുമായിട്ട് സാവൂൾ കുതിരപ്പുറത്ത് ദമാസ്കിലേക്ക് പോവുകയാണ്.
അപ്പോഴാണ് കർത്താവ് അവനെ കുതിരപ്പുറത്ത് നിന്ന് തട്ടി താഴെയിട്ട് കണ്ണുപോയി. 3 ദിവസം ഭക്ഷണം കഴിക്കാണ്ട് അവൻ വലിയ വിഷമത്തിലായിരുന്നു. പിന്നെ ഒരു ശിഷ്യൻ വന്ന് പ്രാർത്ഥിച്ച് അവൻ്റെ കണ്ണിൽ നിന്ന് ചിതമ്പല് പോലെ ഒന്ന് നടന്നു വീണ് ഇപ്പോൾ നമ്മുടെ കർത്താവിനെ പ്രഘോഷിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അവർ പരിചയപ്പെടുത്തി. അവരുടെ ഭയം മാറ്റിയാണ്. ഹല്ലേലൂയ. വിവരിച്ച് കേട്ടപ്പോൾ അനന്തരം സാവോൾ അവരോടൊപ്പം ജെറുസലേമിൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ ധൈര്യത്തോടെ പ്രസംഗിച്ചു. ജെറുസലേമിലെല്ലാം സാവോള് കർത്താവിൻ്റെ നാമത്തിൽ പ്രസംഗിക്കാൻ തുടങ്ങി. എന്താണ് പ്രസംഗിക്കാൻ? ഏകരക്ഷകൻ, ഏക ദൈവമായ കർത്താവ് യേശുവാണെന്ന് അവൻ ഘോഷിക്കാൻ തുടങ്ങി യഹൂദന്മാരുടെ ഇടയിൽ. ഹല്ലേലൂയ. പ്രസംഗിച്ചു. ഗ്രീക്കുകാരോടും അവൻ പ്രസംഗിക്കുകയായിരുന്നു. ഹല്ലേലൂയ. വാദപ്രതിവാദത്തിൽ ഏർപ്പെടുകയും ചെയ്തു. എന്താ? ഗ്രീക്കുകാരോടും അവൻ പ്രസംഗിക്കുകയും വാദപ്രതിവാദത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാൻ തുടങ്ങി ഭയങ്കരമായിട്ട്. പക്ഷേ അവനെ ഒരിക്കലും പറയാൻ പറ്റുമോ? പറ്റില്ല. അവനെ ഒറ്റയ്ക്കാണ് നിൽക്കണത്. അവിടെ ഒരു കൂട്ടം ഉണ്ടാവും അവനെതിരെ. പക്ഷെ അവൻ വിടണില്ല. അവൻ പറയണത് ആരുടെ നാമത്തിലാണ്? യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് അവൻ പ്രഘോഷിക്കുന്നത്. ഹല്ലേലൂയ. അവരാകട്ടെ അവനെ വധിക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു. ഇതൊക്കെ പറയുമ്പോഴും അവർ ഇവനെ കൊല്ലാൻ നടക്കുകയാണ്. വധിക്കണം, ഇവനെ വെച്ചേക്കരുത് തോന്നിക്കൂടി എന്ന് പറഞ്ഞൊരു പല്ലുകടിയൊക്കെ ആയിട്ട് ഇവരിങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ സാവോള് ധൈര്യപൂർവം യേശു ദൈവപുത്രനാണെന്നും പറഞ്ഞ് അങ്ങോട്ട് പ്രഘോഷിക്കാൻ തുടങ്ങി. എന്നാൽ ഈ വിവരമറിഞ്ഞ് സഹോദരന്മാർ അവനെ കെസറിയയിൽ കൊണ്ടുവന്നു. കെസറിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവനെ കൊണ്ടുവന്നു. ഹല്ലേലൂയ. അങ്ങനെ യൂദ, ഗലീല, സമരിയ എന്നിവിടങ്ങളിൽ സഭയിൽ സമ്മേളനമുള്ളവയായി അത് ശക്തി പ്രാപിച്ചു. അങ്ങനെ അവനെ അവിടെ കൊണ്ടുവന്നു. യൂദ, ഗലീല, സമരിയ എന്നിവിടങ്ങളിൽ സഭയിൽ സമാധാനമുള്ളവരായി അത് ശക്തി പ്രാപിച്ചു. ദൈവഭയത്തിലും പരിശുദ്ധാത്മാവ് നൽകിയ സമാധാനത്തിലും വളർന്ന് വികസിച്ചു. സാവോൾ അങ്ങോട്ട് വികസിക്കാൻ തുടങ്ങി. കർത്താവിനെ പറ്റി പറയും തോറും അവന് ധൈര്യം കിട്ടാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് വന്ന് അവനെ ശക്തിപ്പെടുത്താൻ തുടങ്ങി. അവനെ അങ്ങോട്ട് പുതിയൊരു സൃഷ്ടിയാക്കി. പഴയതെല്ലാം കടന്നുപോയി. ഹല്ലേലൂയ. എൻ്റെ വചനം കേൾക്കുകയും പറയുകയും ചെയ്യുന്ന വിറയ്ക്കുന്നവനെയാണ് ഞാൻ ഏറ്റെടുക്കുന്നതെന്നൊക്കെ കർത്താവ് പറയുന്നുണ്ടല്ലേ. ഹല്ലേലൂയ. അതാണ് സാവോളിന് കിട്ടിയത്. 32-ാം വാക്യം. പത്രോസ് ചുറ്റി സഞ്ചരിക്കുന്നതിൽ ലിദിയയിൽ വിശുദ്ധരുടെ അടുക്കലെത്തി. ലിദിയ എന്ന് പറയുന്ന ഒരു സ്ഥലം. അവിടെ വിശുദ്ധരുടെ അടുക്കലെത്തി. കുറേ വിശുദ്ധന്മാരുണ്ട് അവിടെ. പറഞ്ഞാൽ മനസ്സിലാകുന്ന വ്യക്തികളായിരിക്കാം കർത്താവിൻ്റെ. അവിടെ എത്തി. അവിടെ അനയാസ് എന്ന് ഒരുവനെ അവൻ കണ്ടുമുട്ടി. അവൻ 8 വർഷമായി തളർവാദ രോഗം പിടിപെട്ട് രോഗിയായിരുന്നു. 8 വർഷമായിട്ട് തളർന്നു കിടക്കുകയാണ്. അവരുടെ ഇടയിൽ ഒരുത്തൻ. അവൻ്റെ അടുക്കിലേക്കാണ് പത്രോസ് കടന്നു ചെല്ലുന്നത്. അപ്പോൾ ഒരുപക്ഷെ അവൻ്റെ കൂടെ സാവോളും ഉണ്ടാകും. കാരണം ശിഷ്യന്മാരെ പരിചയപ്പെടുത്തിയ കാരണം സാവോളും പത്രോസും കൂടിയായിരിക്കും നടക്കുന്നത്. പത്രോസ് അവനോട് പറഞ്ഞു, അനയാസ്, യേശു ക്രിസ്തു നിന്നെ സുഖപ്പെടുത്തുന്നു. അവനെ പേര് ചൊല്ലി വിളിച്ചിട്ട് പത്രോസ് പറയുന്നത്, യേശു ക്രിസ്തു നിന്നെ സുഖപ്പെടുത്തുന്നു. എഴുന്നേറ്റ് നിന്റെ കിടക്ക ചുരുട്ടുക.
പത്രോസ് അത്താളർവാദ രോഗിയോട് പറയുന്നത്, എഴുന്നേറ്റ് കിടക്ക ചുരുട്ടുക. ഉടൻ തന്നെ അവൻ എഴുന്നേറ്റു. ഇത് വചനമാണ്, അതൊക്കെ കർത്താവിൻ്റെ നാമത്തിലാണ് അവർ പറയണത്. അപ്പോൾ അവൻ വേഗം ചാടി എഴുന്നേറ്റ് അവൻ കിടക്ക ചുരുട്ടി മടക്കി. ലിദിയയിലെ സകല ജനങ്ങളും അവനെ കണ്ട് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. ഇതാണ് ഏറ്റവും കൂടുതൽ അപകടം വരുന്നത്. കണ്ട, ആ അത്ഭുതമൊക്കെ കണ്ട് സാവൂൾ അങ്ങോട്ട് പോയി. പത്രോസ് ഈ തളർവാദി രോഗിയെ യേശുനാമത്തിൽ എഴുന്നേൽപ്പിച്ചൊക്കെപ്പെടുത്തേനും യഹൂദന്മാർ സാവൂളിനെ വധിക്കാൻ നടന്നവർക്ക് കൂടുതൽ ദേഷ്യവും അരിശവും വരാൻ തുടങ്ങി. കാരണം ജനമെല്ലാം ക്രിസ്തുവിലേക്ക് മാറണം എന്നുള്ള ഒരു പ്രചരണം അവിടെ നടന്നു. അപ്പോൾ അവർക്ക് ദേഷ്യം വരാൻ തുടങ്ങിണ്ട. ഹല്ലേലൂയ, യേശുവേ നന്ദി. അവനെ കണ്ട് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. കുറേ പേര് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. സ്വയം ജ്ഞാനസ്ഥാനം സ്വീകരിക്കാനും അങ്ങനെയാണുള്ളത് ക്രിസ്ത്യാനികൾ കൂടുതലും വളരാൻ തുടങ്ങിയിട്ട്. ഹല്ലേലൂയ, യേശുവേ നന്ദി. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് ഞങ്ങളുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് യേശുവിനമ്മേ. ഓ പരിശുദ്ധമ്മേ, യേശുവിൻ്റെ അമ്മേ, 21 മിനിറ്റ് വചന പ്രഘോഷണം നടത്താൻ അടിയനെ ഒരു ഉപകരണമാക്കിയതിനെ ഓർത്ത് നന്ദി പറയുകയും ഈ വചനം കേൾക്കുന്ന ഓരോ സഹോദരി സഹോദരൻ്റെയും കൃപാസന അമ്മയുടെയും റോസാമിശ് അമ്മയുടെയും പരിശുദ്ധ അമ്മയുടെയും വിമല ഹൃദയം വഴി പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണമേന്നും അവരുടെ വിഷമസന്ധികളെല്ലാം കർത്താവെ നീ ഏറ്റെടുക്കണമേന്നും രോഗപീഠകളെല്ലാം വിട്ടുപോകണമേന്നും നസറനായ യേശുവേ നിൻ്റെ പരിശുദ്ധ കരം ഈ വചനം കേൾക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ അവരുടെ മേൽ വരണമേന്നും നസറനായ യേശുവിൻ്റെ നാമത്തിൽ 1 യോഹന്നാൻ 3:8 വചനമയച്ച് ബന്ധിക്കുന്നു. ലൂക്ക 10:19 വചനമയച്ച് എല്ലാ രോഗപീഠകളും വിട്ടുപോകട്ടെ എന്ന്. ലൂക്ക 9:1-2 വചനമയച്ച് ബന്ധിച്ച് വീഴ്ചീകരിച്ചുകൊണ്ട് യേശുവേ ആരാധന 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 ആരാധന. കർത്താവായ ദൈവമേ, നിൻ്റെ ബലിയർപ്പണത്തിലൂടെ എഴുന്നള്ളി വരുന്ന യേശുവേ അടുത്തുടമേ പരിശിക്കണമേ എന്നും പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ സമ്മതിച്ചുകൊണ്ട് ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ആവേ മരിയ.